പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി വ്യാഴാഴ്ച. തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ വലിയ സംരക്ഷണത്തിന് കീഴിൽ ഈ ദിവസമായിരിക്കാൻ വേണ്ട കൃപ നൽകണമേ. അങ്ങ് ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു. ഈ ജീവിതം മുഴുവനും ദിവ്യകാരുണ്യ സന്നിധിയിൽ നാഥ സമർപ്പിച്ച് ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52-ാം വചനം എന്ന് ധ്യാനിക്കാം. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. പരിശുദ്ധ കുർബാന എന്നും സാധാരണ നയനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. വിശുദ്ധ കുർബാനയിലെ ഈശോയെ കാണണമെങ്കിൽ ആത്മീയമായ കാഴ്ച തെളിയണം. ഈ കാഴ്ച തെളിയിക്കാനാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശന്നു വലഞ്ഞ കഴുത പോലും ഭക്ഷണം ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടുമടക്കി ആരാധിച്ച സംഭവം വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ, പൂർണ്ണ വിശ്വാസത്തോടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാൻ, ആത്മാവിൽ അങ്ങയോട് അലിഞ്ഞു ചേരാൻ ഈ തിരുനാൾ ദിനത്തിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.